Dear students, welcome to English Raindrops. Today we are going to learn Standard 5 Unit 1 English lesson Mirror Mirror and the activities up to 4. അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ ഒന്നാമത്തെ യൂണിറ്റിലെ മിറർ മിറർ എന്ന പാഠവും ഈ പാഠത്തിലെ ആദ്യത്തെ 4 ആക്ടിവിറ്റീസുമാണ് നാം ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ലെറ്റ് us come to the lesson. Let's recite the poem Mirror Mirror. നമുക്ക് മിറർ മിറർ എന്ന പാഠം കവിത ഒന്ന് വായിച്ചു നോക്കാം. മിറർ മിറർ, ഡോണ്ട് ഡിസ്പ്ലേ മൈ ഐസ്, ഡോണ്ട് ഡിസ്പ്ലേ മൈ ഹെയർ, ഡോണ്ട് ഡിസ്പ്ലേ മൈ ടീത്ത്. മിറർ മിറർ, ഡിസ്പ്ലേ മൈ കറേജ്, ഡിസ്പ്ലേ മൈ നോളജ്, ഡിസ്പ്ലേ മൈ വോയിസ്, display my message, display my passage, to go in the right direction as you show. ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ കവിതയിൽ കാണുന്ന കുട്ടിയുടെ മുഖം ഉണ്ടോ? കണ്ണാടി കണ്ടോ? കവിതയിലുള്ള കുട്ടിയുടെ മുഖം കണ്ണാടിയും കാണാൻ പറ്റില്ലേ? കുട്ടി എന്ത് ചെയ്യാണ്? കണ്ണാടിയിൽ നോക്കുകയാണ്. ഓക്കെ, നിങ്ങളൊക്കെ കണ്ണാടി കിട്ടിയാൽ നോക്കാറുണ്ടാവില്ല, മുഖം നോക്കാറില്ല. നമ്മൾ കണ്ണാടി ഇട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കവിത ഒന്ന് വായിച്ചു നോക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഡിസ്പ്ലേ എന്ന വാക്കിൻ്റെ അർത്ഥം ഷോ എന്നാണ്. ഷോ, കാണിക്കുക, അല്ലെങ്കിൽ ഷോ അല്ലെ ഡിസ്പ്ലേ എന്ന വാക്കിൻ്റെ അർത്ഥം. മിറർ എന്ന് പറഞ്ഞാൽ കണ്ണാടിയാണ്. കറേജ് ധൈര്യമാണ്, ബ്രേവറി അല്ലെങ്കിൽ ധൈര്യം അല്ലേ, കറേജ്. നോളജ് എന്ന് വെച്ചാൽ എന്താണ്? അറിവാണ്, നോളജ് അറിവാണ്. വോയിജ് എന്താണ്? യാത്ര, കപ്പൽ യാത്ര, കടൽ യാത്രയ്ക്ക് നമ്മൾ എന്ത് പറയുക? വോയിജ് എന്ന് പറയുക. മെസ്സേജ് എന്ന് വെച്ചാൽ സന്ദേശമാണ്, മെസ്സേജ് സന്ദേശം. പാസേജ്, പാസേജ് ഇവിടെ വഴി എന്നുള്ള അർത്ഥമാണ് ഇവിടെ പാസേജ്. ഓക്കെ. ഡിറക്ഷൻ ദിശയാണ്, ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ ദിശയാണ്. മിറർ മിറർ, ഡോണ്ട് ഡിസ്പ്ലേ മൈ ഐസ്, ഡോണ്ട് ഡിസ്പ്ലേ മൈ ഹെയർ, ഡോണ്ട് ഡിസ്പ്ലേ മൈ ടീത്ത്. കുട്ടി കണ്ണാടിയോട് പറയുന്ന രീതിയിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. മിറർ മിറർ, ഡോണ്ട് ഡിസ്പ്ലേ മൈ ഐസ്, ഡോണ്ട് ഷോ മൈ ഐസ്, എൻ്റെ കണ്ണുകളെ നീ കാണിക്കേണ്ട അല്ലേ. ഡോണ്ട് ഡിസ്പ്ലേ മൈ ഹെയർ, എൻ്റെ മുടിയും നീ കാണിക്കേണ്ട. ഡോണ്ട് ഡിസ്പ്ലേ മൈ ടീത്ത്, ഡോണ്ട് ഷോ മൈ ടീത്ത്, എൻ്റെ പല്ലുകളെയും നീ കാണിക്കേണ്ട അല്ലേ. പിന്നെ എന്താ പറയുന്നത്? മിറർ മിറർ, ഡിസ്പ്ലേ മൈ കറേജ്, എൻ്റെ ധൈര്യം, കറേജ് അത് കാണിക്കൂ, ധൈര്യത്തെ കാണിക്കൂ അല്ലേ. ഡിസ്പ്ലേ മൈ നോളജ്, എൻ്റെ നോളജ് അറിവിനെ കാണിക്കൂ, ഡിസ്പ്ലേ മൈ നോളജ്. ഡിസ്പ്ലേ മൈ വോയിസ്, എൻ്റെ യാത്രയെ കാണിക്കൂ അല്ലേ. ഡിസ്പ്ലേ മൈ മെസ്സേജ്, എൻ്റെ സന്ദേശത്തെ കാണിക്കൂ. ഡിസ്പ്ലേ മൈ പാസേജ്, എൻ്റെ എന്താണ്? വഴിയെ കാണിക്കൂ അല്ലേ. ടു ഗോ ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ ആസ് യു ഷോ, നീ കാണുന്നതിനനുസരിച്ച് ശരിയായ ദിശയിൽ പോകാൻ വേണ്ടി എൻ്റെ എന്താണ്? കറേജും നോളജും വോയിസും മെസ്സേജും പാസേജും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കവിതയിൽ പറയുന്നത് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഈ കവിത ഇഷ്ടപ്പെട്ടോ? ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. മിറർ മിറർ, ഡോണ്ട് ഡിസ്പ്ലേ മൈ ഐസ്, ഡോണ്ട് ഡിസ്പ്ലേ മൈ ഹെയർ, ഡോണ്ട് ഡിസ്പ്ലേ മൈ ടീത്ത്. മിറർ മിറർ, ഡിസ്പ്ലേ മൈ കറേജ്, ഡിസ്പ്ലേ മൈ നോളജ്, ഡിസ്പ്ലേ മൈ വോയിസ്, ഡിസ്പ്ലേ മൈ മെസ്സേജ്, ഡിസ്പ്ലേ മൈ പാസേജ്, ടു ഗോ ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ ആസ് യു ഷോ. ആരാണ് പോയറ്റ്? മാധുരി സാവന്താണ് ഈ കവിത എഴുതിയത് അല്ലേ. പോയറ്റിൻ്റെ പേരെന്താണ്? മാധുരി സാവന്ത് എന്നാണ്. അപ്പം നിങ്ങളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, ഞാൻ ഒരു 2-3 ചോദ്യം ചോദിക്കാൻ പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഡസ് ദ മിറർ യൂഷ്വലി റിഫ്ലക്റ്റ്? സാധാരണഗതിയിൽ മിറർ എന്താണ് പ്രതിബിംബിപ്പിക്കുക എന്നാണ് ചോദിക്കുന്നത്. അതെന്താണത്? വാട്ട് ഡസ് ദ മിറർ യൂഷ്വലി റിഫ്ലക്റ്റ്? സാധാരണഗതിയിൽ എന്താണ്? നമ്മൾ എപ്പോഴും മുഖം നോക്കാൻ വേണ്ടി നമ്മൾ കണ്ണാടി എടുക്കല്ലേ. നമ്മുടെ മുഖത്തെയാണ് സാധാരണഗതിയിൽ കണ്ണാടി ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലേ. വൈ ഡസൻറ്റ് ദ പോയറ്റ് വാണ്ട് ദ മിറർ ടു റിഫ്ലക്റ്റ് ഹെർ ഐസ്, ഹെയർ ആൻഡ് ടീത്ത്? എന്തുകൊണ്ടാണ് കവി ആഗ്രഹിക്കാത്തത് അല്ലേ, എന്താവശ്യപ്പെടാത്തത്? ടു റിഫ്ലക്റ്റ് ഹെർ ഐസ്, ഹെയർ ആൻഡ് ടീത്ത് അല്ലേ, പല്ലുകളും മുടിയും കണ്ണുകളൊന്നും കാണിക്കണ്ട എന്ന് ആഗ്രഹിക്കാൻ എന്താണ് കാരണം എന്നാണ്. എന്താണ് എൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ എന്താണ്? ഔട്ട്വാർഡ് അപ്പിയറൻസ് ആണ്, ബാഹ്യമായി കാണുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അല്ലേ. ബാഹ്യമായതിനേക്കാൾ പ്രാധാന്യം ആന്തരികമായതിനാണെന്നല്ലേ. അപ്പം എന്താണെന്ന് വെച്ചാൽ, എന്താണ് പറയുകയാണെങ്കിൽ, ഗാന്ധിജി പറഞ്ഞൊരു വരി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. റിയൽ ബ്യൂട്ടി, ഒരു കൊട്ടേഷൻ, ഗ്രേറ്റ് സെയിങ് അല്ലേ, ഗ്രേറ്റ് സെയിങ് ആണ്, കൊട്ടേഷനാണ്. റിയൽ ബ്യൂട്ടി കൺസിസ്റ്റസ് ഇൻ ദ പ്യൂരിറ്റി ഓഫ് മൈൻഡ്. യഥാർത്ഥ സൗന്ദര്യം അടങ്ങിയിരിക്കുന്നത് മനസ്സിൻ്റെ എന്തിലാണ്? വിശുദ്ധിയിലാണെന്നാണ് പറഞ്ഞത്. പ്യൂരിറ്റിയിലെ വിശുദ്ധിയിലാണെന്നാണ് പറഞ്ഞത് ഗാന്ധിജി പറഞ്ഞത്. അപ്പം നമ്മളെ ബാഹ്യമായ അപ്പിയറൻസിനേക്കാൾ എത്ര അധികം പ്രാധാന്യമുള്ള എന്താണ്?
നമ്മുടെ ഇന്നർ ക്വാളിറ്റീസാണ്, നമ്മൾ ആന്തരികമായ നമുക്കുള്ള കഴിവുകൾ, ഗുണങ്ങളിലൊക്കെയാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഇതൊന്നും കാണിക്കേണ്ടതെന്ന് പറയാൻ കാരണം. വാട്ട് ഡു യു തിങ്ക് ഈസ് ദ മെസ്സേജ് ഓഫ് ദ പോയം? ഈ കവിതയുടെ മെസ്സേജ് എന്താണ് അല്ലേ? ദ മെസ്സേജ് ഈസ് അവർ വെർച്യൂസ് ആൻഡ് ക്വാളിറ്റീസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഔട്ട്വാർഡ് അപ്പിയറൻസ്. നമ്മുടെ എന്താണ് വെർച്യൂസ്, നന്മകളും, ആൻഡ് ക്വാളിറ്റീസ്, ഗുണങ്ങളാണ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഔട്ട്വാർഡ് അപ്പിയറൻസ്. ബാഹ്യമായിട്ടുള്ള കാഴ്ചയെക്കാളും അല്ലേ, ബാഹ്യമായ സൗന്ദര്യത്തെക്കാട്ടിലും ഒക്കെ നല്ലത് എന്താണ്, നമ്മുടെ വെർച്യൂസ്, നന്മകളും ഗുണങ്ങളാണ്. ഇതാണ് ഈ കവിതയുടെ മെസ്സേജ്. ഇനി നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റിയാണ്, ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ഇവിടെ ഒരു പോയിന്റ്, ഒരു റിഡിൽ. കംപ്ലീറ്റ് ദ റിഡിൽ അബൌട്ട് ദ മിറർ അല്ലെ, റിഡിൽ ഉണ്ട് ഇവിടെ. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മിററിനെ പറ്റിയുള്ള റിഡിലാണ്. ഐ ആം പ്ലെയിൻ ബട്ട് ഐ ആം ട്രൂ. വെൻ യു ക്രൈ ഐ നെവർ ലാഫ്. വെൻ യു ലാഫ് ഐ നെവർ ക്രൈ. വെൻ യു ആർ കൂൾ ഐ ആം നോട്ട് ഡാഷ്. വെൻ യു ആർ ഹോട്ട് ഐ ആം നോട്ട് ഡാഷ്. വെൻ യു ആർ ഹാപ്പി ഐ ആം ലൈൻ വിട്ടാണല്ലേ. വെൻ ഡാഷ് യു ആർ ഹാപ്പി. വെൻ ഡാഷ് ഹാപ്പി. അപ്പോൾ നമുക്കിതിൻ്റെ വാക്കുകൾ എന്തൊക്കെയാണ് അവിടെ ചേർക്കേണ്ടത് നോക്കാം. ഒന്നാമതായിട്ട് എന്താണെന്ന് വെച്ചാൽ നാലാമത്തെ വരി നോക്കുക. 1, 2, 3 നാലാമത്തെ വരി. വെൻ യു ആർ കൂൾ ഐ ആം നോട്ട്, എന്താണ് അവിടെ ചേർക്കേണ്ടത്, ഹോട്ട് ആണ് അല്ലേ. ഐ ആം നോട്ട് ഹോട്ട്. വെൻ യു ആർ കൂൾ ഐ ആം നോട്ട് ഹോട്ട്. നെക്സ്റ്റ് ലൈൻ, വെൻ യു ആർ ഹോട്ട് ഐ ആം നോട്ട്, എന്താ വേണ്ടത്, കൂൾ. ഐ ആം നോട്ട് കൂൾ അല്ലേ. വെൻ യു ആർ ഹോട്ട് ഐ ആം നോട്ട് കൂൾ. നെക്സ്റ്റ് ലൈൻ നോക്കാം. വെൻ യു ആർ ഹാപ്പി. വെൻ യു ആർ ഹാപ്പി ഐ ആം നോട്ട് സാഡ് ആണ് വേണ്ടത് അല്ലേ. ഐ ആം നോട്ട് സാഡ് അല്ലേ. വെൻ യു ആർ ഹാപ്പി ഐ ആം നോട്ട് സാഡ്. പിന്നെ വെൻ ഡാഷ് ഹാപ്പി എന്ന് കൊടുത്തത്. ഇപ്പം എന്താണ്, വെൻ യു ആർ സാഡ് ഐ ആം നോട്ട് ഹാപ്പി. വെൻ യു ആർ സാഡ് ഐ ആം നോട്ട് ഹാപ്പി. അപ്പം കൂളാകുമ്പം വെൻ യു ആർ കൂൾ ഐ ആം നോട്ട് ഹോട്ട് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൂളാകുമ്പം കണ്ണാടി എന്തായിരിക്കും, കൂളായിരിക്കില്ലേ. നമ്മൾ കണ്ണാടി കാണുന്ന പ്രതിബിംബം എന്തായിരിക്കും, കൂളായിരിക്കില്ലേ. അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ ഹോട്ടാകുമ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ പിടിക്കുമ്പം കണ്ണാടിയിൽ ദേഷ്യം പിടിക്കില്ലേ, അപ്പം കൂളായി നിൽക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അതുകൊണ്ടാണ് ഐ ആം നോട്ട് കൂൾ എന്ന് പറയാൻ കാരണം അവിടെ. വെൻ യു ആർ ഹാപ്പി, നമ്മൾ ഹാപ്പി ആകുമ്പോൾ കണ്ണാടിക്ക് എന്താകാൻ പറ്റില്ല, സാഡ് ആകാൻ പറ്റില്ല. ഐ ആം നോട്ട് സാഡ് അല്ലേ. വെൻ യു ആർ സാഡ്, നമ്മൾ ദുഃഖിക്കുമ്പോൾ ഐ ആം നോട്ട് ഹാപ്പി, കണ്ണാടിക്കും സന്തോഷിക്കാൻ കഴിയില്ല അല്ലേ. ഞാൻ റിഡിൽ നിന്നും വായിക്കുകയാണ്. I am plain but I am true. When you cry, I never laugh. When you laugh, I never cry. When you are cool, I am not hot. When you are hot, I am not cool. When you are happy, I am not sad. When you are sad, I am not happy. ഇതാണ് ഈ ഒരു റിഡിൽ, നമ്മൾ കംപ്ലീറ്റ് ചെയ്ത റിഡിലാണിത്. നമുക്കിനി ആക്ടിവിറ്റി 2ലേക്ക് കടക്കാം. ആക്ടിവിറ്റി 2 എന്താണെന്ന് നോക്കാം. ഫ്രെയിം 3 more riddles about the mirror. An example is given below. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ റിഡിലൊക്കെ നിങ്ങൾ തന്നെത്താൻ ഉണ്ടാക്കിയാൽ മതിയേ. ഞാൻ അയക്കുന്ന റിഡിൽ നിങ്ങളൊരു മാതൃകയായിട്ട് കാണുക, എന്നിട്ട് അതുമാതിരിയുള്ള റിഡിൽ വേറെ നിങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇത് തന്നെ കോപ്പി ചെയ്ത് ശരിക്കരുതേ. ഫ്രെയിം 3 more riddles about the mirror. An example is given below. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. I help see your face. Who am I? I help see your face. Who am I? നിങ്ങൾ ആരാണ് അല്ലേ. അപ്പോൾ അടുത്ത റിഡിൽ എന്താ നോക്കാം നമുക്ക്. ഞാൻ കൊടുത്തിട്ട് കണ്ടോട്ട് നിങ്ങൾ. ഐ ഹെൽപ്പ് സീ യുവർ ഹെഡ്. ഹു ആം ഐ? ഐ ഹെൽപ്പ് സീ യുവർ ഹെഡ്. ഹു ആം ഐ അല്ലേ. അടുത്ത് നോക്കൂ. ഐ ഹെൽപ്പ് സീ യുവർ ഹെയർ. ഹു ആം ഐ? ഐ ഹെൽപ്പ് സീ യുവർ ഹെയർ. ഹു ആം ഐ? നെക്സ്റ്റ് എന്താണ്? ഐ ഹെൽപ്പ് സീ യുവർ ടീത്ത്. ഹു ആം ഐ? അപ്പോൾ നമുക്കെല്ലാം നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഐ ഹെൽപ്പ് സീ യുവർ ഫേസ്. നിങ്ങളെ മുഖം കാണിക്കാൻ ഞാൻ സഹായിക്കുന്നു. ഹു ആം ഐ? ആരാണത്? കണ്ണാടി അല്ലേ, ദ മിറർ അല്ലേ, മിറർ. ഐ ഹെൽപ്പ് സീ യുവർ ഹെഡ്. നമ്മുടെ ഹെഡ്, തല കാണിക്കാൻ ഹു ആം ഐ? ഞാൻ സഹായിക്കുന്നു. ഹു ആം ഐ? ഞാൻ ആരാണ്? അപ്പോൾ ഹെഡ് കാണിക്കുന്ന മിറർ അല്ലേ, കണ്ണാടി നോക്കി നമുക്ക് തല കാണാൻ പറ്റും. ഐ ഹെൽപ്പ് സീ യുവർ ഹെയർ. നിങ്ങളുടെ മുടി കാണിക്കാൻ ഞാൻ സഹായിക്കാം അല്ലേ. ഹു ആം ഐ? ഞാൻ ആരാണ്? അത് മിറർ തന്നെ അല്ലേ, മിറർ. ഐ ഹെൽപ്പ് സീ യുവർ ടീത്ത്. ഞാൻ നിങ്ങളെ പല്ലുകൾ കാണിക്കാം അല്ലേ. ഹു ആം ഐ? ഞാൻ ആരാണ്? മിറർ തന്നെയാണ് അല്ലേ. അപ്പം മിററിനെ പറ്റിയുള്ള കുറച്ച് എന്താണ് റിഡിൽസാണ് നമ്മളിപ്പം എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 3ലേക്ക് കടക്കാം. ആക്ടിവിറ്റി 3. ആക്ടിവിറ്റി 3 എന്താണെന്ന് നോക്കാം. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ്, സ്റ്റോറിയിലുള്ള താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് എന്ന് വായിക്കാം. ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ്. ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ് അല്ലേ. ഈ വാചകം ദിസ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു 2 സെൻറ്റൻസസ്. ഈ വാചകം നമുക്ക് 2 സെൻറ്റൻസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം.
അങ്ങനെ വിഘടിപ്പിക്കാം, രണ്ടായി തിരിക്കാം, രണ്ട് വാചകമാക്കി മാറ്റാം. അങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ വാചകം ഹി പിക്ഡ് ഇറ്റ് അപ്പ്, അത് ഒന്നാമത്തെ വാചകം അല്ലേ, ഹി പിക്ഡ് ഇറ്റ് അപ്പ്. പിന്നെ അടുത്ത വാചകം ഹി ലുക്ഡ് അറ്റ് ഇറ്റ്, ആൻഡ് അങ്ങ് ഒഴിവാക്കിക്കളഞ്ഞു നമ്മൾ, ആൻഡ് ഒഴിവാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്താണ് ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ലുക്ഡ് അറ്റ് ഇറ്റ് എന്നുള്ളത് ഹി പിക്ഡ് ഇറ്റ് അപ്പ് ഒരു വാചകമാക്കി, ഹി ലുക്ഡ് അറ്റ് ഇറ്റ് വേറൊരു വാചകമാക്കി. ഇങ്ങനെ നമുക്ക് ആൻഡ് ഒഴിവാക്കിയിട്ട് നമുക്ക് വാചകങ്ങൾ രണ്ടായിട്ട് വിഘടിപ്പിക്കാൻ കഴിയും. സിമിലർലി അതേമാതിരി സം ഓഫ് ദ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ദ മിറർ ആർ കമ്പൈൻഡ് യൂസിങ് ദ വേർഡ് ആൻഡ്. ഈ ഒരു മിറർ, ദ മിറർ എന്ന പാഠത്തിലുള്ള ചില വേർഡ്സ്, ചില എന്താണ് സം സെൻറ്റൻസസ്, ചില വാചകങ്ങൾ എന്താണ് ദ മിറർ ആർ കമ്പൈൻഡ് യൂസിങ് ദ വേർഡ് ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. സ്പ്ലിറ്റ് ദം ഇൻ ടു ടു, അത് രണ്ടാക്കി മാറ്റുക, രണ്ട് വാചകമാക്കി മാറ്റുക. വൺ ഈസ് ഡൺ ഫോർ എന്ന് അവിടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് സോ ദ ഫേസ് ഇൻ ഇറ്റ് അഗെയിൻ അല്ലേ. അപ്പം എന്താണ് ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആക്കി മാറ്റുമെന്ന്, ഹി പിക്ഡ് ഇറ്റ് അപ്പ്. പിന്നെയോ ഹി സോ ദ ഫേസ് ഇൻ ഇറ്റ് അഗെയിൻ. അപ്പോൾ ഒന്നാമത്തെ ഒരു വാചകം നമ്മളിങ്ങനെ രണ്ടാക്കി മാറ്റി നമുക്കൊന്നിട്ട് വായിക്കാം. ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് സോ ദ ഫേസ് ഇൻ ഇറ്റ് അഗെയിൻ. ഹി പിക്ഡ് ഇറ്റ് അപ്പ്, ഹി സോ ദ ഫേസ് ഇൻ ഇറ്റ് അഗെയിൻ. രണ്ട് വാചകമാക്കി നമ്മളത് മാറ്റി. അടുത്ത് നോക്കാം. അടുത്തൊരു വാചകം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹി ഹെൽഡ് ദ മിറർ എന്നാണ്. ഹി ഹെൽഡ് ദ മിറർ ക്ലോസ് ടു ഹിസ് ഹാർട്ട് ആൻഡ് വെൻറ്റ് ഹോം അല്ലേ. ഹി ഹെൽഡ് ദ മിറർ ക്ലോസ് ടു ഹിസ് ഹാർട്ട് ആൻഡ് വെൻറ്റ് ഹോം. ഇത് നമ്മൾ എവിടെ വെച്ചാണ് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ എവിടെ വരെയാണ് ഒന്നാമത്തെ വാചകം ഉണ്ടാകുക നോക്കാം. എവിടെ വരെ ഉണ്ടാവുക? ഒന്നാമത്തെ വാചകം ഉണ്ടാവുക ഹി ഹെൽഡ് ദ മിറർ ക്ലോസ് ടു ഹിസ് ഹാർട്ട് വരെ ഉണ്ടാവുക അല്ലേ. ഹി ഹെൽഡ് ദ മിറർ ക്ലോസ് ടു ഹിസ് ഹാർട്ട്. പിന്നെ ബാക്കി എന്താണ്? ഹി വെൻറ്റ് ഹോം. അങ്ങനെ രണ്ട് വാചകമാക്കി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അത്? ഹി ഹെൽഡ് ദ മിറർ ക്ലോസ് ടു ഹിസ് ഹാർട്ട് വരെയും പിന്നെ ഹി വെൻറ്റ് ഹോം അല്ലേ. പിന്നെ ഒരു ചോദ്യം ഇങ്ങനെയാണ്, പിക്ക് ഔട്ട് 2 more സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് സ്പ്ലിറ്റ് ദം ഇൻ ടു 2 sentences. ഈ സ്റ്റോറിയിൽ നിന്നും ഇങ്ങനെയുള്ള 2 സെൻറ്റൻസ് ആൻഡ് വെച്ച് കണക്ട് ചെയ്യപ്പെട്ട 2 സെൻറ്റൻസ് എടുത്തിട്ട് അതിനെ 2 സെൻറ്റൻസായി പിന്നെ വിഭജിക്കണം. ഓരോന്നിനെയും 2 സെൻറ്റൻസാക്കി വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സെൻറ്റൻസ് ഞാൻ എടുത്ത് ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തു നിന്നാണ്, അത് നോക്കാം നമുക്ക്. The mirror fell down on the floor and broke into pieces. The mirror fell down on the floor and broke into pieces എന്നാണ് ഒരു വാചകം അല്ലേ. അത് നമുക്ക് രണ്ടാക്കി മാറ്റുമ്പോൾ എങ്ങനെ മാറ്റാം? The mirror fell down on the floor, it broke into pieces. രണ്ട് വാചകമായി. The mirror fell down on the floor, it broke into pieces. ഇങ്ങനെ രണ്ട് വാചകമാക്കി നമുക്ക് ഈ വാചകം മാറ്റാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ വാചകം നോക്കാം ഏതാണെന്ന്. They stopped fighting and looked at the pieces. They stopped fighting and looked at the pieces അല്ലേ. ഈ വാചകം രണ്ടാക്കുമ്പോൾ എന്താക്കിയ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. They stopped fighting ഒരു വാചകമായി. പിന്നെ മറ്റേ വാചകമോ they looked at the pieces. They looked at the pieces അല്ലേ. ഇങ്ങനെ രണ്ട് വാചകമാക്കിയിട്ട് ഇത് നമുക്ക് മാറ്റാൻ പറ്റി. അപ്പോൾ ആൻഡ് ഒഴിവാക്കി കളഞ്ഞിട്ട് നമ്മുടെ വാചകം രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എക്സാമ്പിൾ വേറെ വാചകങ്ങൾ എടുക്കാം. ടെക്സ്റ്റിലുള്ള വേറെ വാചകങ്ങൾ ആൻഡ് വെച്ച് കണക്ട് ചെയ്യപ്പെട്ട വേറെ വാചകങ്ങൾ എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പൂർത്തീകരിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അടുത്തത് നോക്കാം. ലുക്ക് അറ്റ് ദി സെൻറ്റൻസസ്, കമ്പൈൻ ദം യൂസിങ് ആൻഡ് വെച്ചിട്ട് ഈ വാചകങ്ങൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഷീ ലുക്ഡ് ഈഗർലി ഇൻ ടു ഇറ്റ് എന്ന വാചകവും ഹി സോ ദ ഫേസ് ഓഫ് എ വുമൺ ഇൻ ഇറ്റ് എന്ന രണ്ട് വാചകം. ഈ രണ്ട് വാചകം നമ്മൾ എങ്ങനെയാണ് കൂട്ടിച്ചേർത്ത് ഒന്നാക്കാൻ നോക്കാം. ആൻഡ് വെച്ച് കൂട്ടിച്ചേർക്കുന്ന എങ്ങനെ നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. അതിൻ്റെ ഷീ ലുക്ഡ് ഈഗർലി ഇൻ ടു ഇറ്റ് ആൻഡ് സോ ദ ഫേസ് ഓഫ് എ വുമൺ ഇൻ ഇറ്റ്. ഷീ ലുക്ഡ് ഈഗർലി ഇൻ ടു ഇറ്റ് ആൻഡ് സോ ദ ഫേസ് ഓഫ് എ വുമൺ ഇൻ ഇറ്റ്. ഇങ്ങനെയാണ് രണ്ട് വാചകം ഒന്നാക്കിയിട്ട് മാറ്റി നമുക്ക് കിട്ടുന്ന ആൻസർ. You have seen that the word and connects 2 sentences. And എന്ത് ചെയ്യുന്നു? രണ്ട് വാചകങ്ങളെ കണക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. 2 sentences. Is and used to connect 2 sentences only. And 2 സെൻറ്റൻസുകളെ മാത്രം കൂട്ടിയോജിപ്പിക്കാനേ ഉപയോഗിക്കുള്ളൂ. What else is and used for? And മറ്റെന്തിനാണ് ഉപയോഗിക്കുന്നത്? Give examples. അതിൻ്റെ ഉദാഹരണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ and ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ജോയിൻ വേർഡ്സ്, വാക്കുകളും കൂട്ടിച്ചേർക്കാം. ഉദാഹരണം ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന രണ്ട് വാക്കുകൾ നമുക്ക് കൂട്ടിച്ചേർക്കാൻ ആൻഡ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ടു ജോയിൻ ഫ്രേസസ് കൂട്ടിച്ചേർക്കാം. ഓൺ ദ ട്രീസ് ആൻഡ് ഇൻ ദ ബുഷസ്. ഓൺ ദ ട്രീസ് ആൻഡ് ഇൻ ദ ബുഷസ്. ഇത് രണ്ടും നമുക്ക് എന്താണ്? ഇപ്പം വേർഡ്സ് കൂട്ടിച്ചേർക്കാനും ഫ്രേസസ് കൂട്ടിച്ചേർക്കാനും സെൻറ്റൻസസ് കൂട്ടിച്ചേർക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ആൻഡ് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ഉപയോഗിച്ച് നമുക്ക് വാചകങ്ങളും
ഫ്രേസുകളും വേർഡ്സുകളും കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന അർത്ഥം. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് എക്സാമ്പിൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നൗ വി ക്യാൻ സ്റ്റാർട്ട് ആക്ടിവിറ്റി 4. ആക്ടിവിറ്റി 4ലേക്ക് കടക്കാം. ആക്ടിവിറ്റി 4 എന്താണെന്ന് നോക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ് അലൗഡ്. അല്ലേ, താഴെ കൊടുത്തിരിക്കുന്ന വരികൾ ഉച്ചത്തിൽ വായിക്കാൻ വേണ്ടിയിട്ടാണ്. എ സെയിലർ സെയിലിംഗ് ത്രൂ ദ സീ ഫൗണ്ട് ഹിസ് ഷൂസ് torn and worn. Then he threw them into the sea. The waves brought them ashore, and they rested on the shore. A crab was crawling on the sand. Her eyes fell on the shoe. Then she peeped into the shoe to assure himself there was no one, and she made it a pretty home. A crazy wave rushed to grab the shoe and took it back into the sea. The crab was scared and she screamed. She quickly crawled out of the shoe and swam back to the shore. അപ്പോഴേ ഈ ഒരു കവിതയിൽ എന്താണ്, ചില വേർഡ്സുകളൊക്കെ അടിവരട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എൻ്റെ നിർദ്ദേശം നോക്കാം. താഴെ സർട്ടൈൻ വേർഡ്സ് ആർ അണ്ടർലൈൻഡ് ഇൻ ദി എബോവ് ലൈൻസ്. ചില വാക്കുകൾ അടിവരട്ടിട്ടുണ്ട്. ഈ മുകളിൽ കൊടുത്ത വരികളിൽ ചില വാക്കുകൾ അടിവരട്ടിട്ടുണ്ട്. യു ക്യാൻ ഫൈൻഡ് ദ സെയിം വേർഡ്സ് ഇൻ ദ സ്റ്റോറി ദ മിറർ. ഇതേ വാക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദ മിറർ എന്ന് പറയുന്ന കഥയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റെഫർ ടു ദ ഗ്ലോസറി. ഇവിടെ ഒരു ഗ്ലോസറി ഉണ്ട്, ഈ ബുക്കിന് ഒരു ഗ്ലോസറി ഉണ്ട്. ഗ്ലോസറി ഉള്ളത് പേജ് നമ്പർ 33 33 പേജ് 33 ഗ്ലോസറി നോക്കിയിട്ട് ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദീസ് വേർഡ്സ്. ഈ വാക്കുകളുടെ അർത്ഥം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഫ്രെയിം സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ യൂസിങ് ദീസ് വേർഡ്സ്. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തം വാചകത്തിൽ വാചകങ്ങൾ ഉണ്ടാക്കണം, സ്വന്തം വാക്കുകളിൽ വാചകങ്ങൾ ഉണ്ടാക്കണം, ഈ വേർഡ്സ് വെച്ചിട്ട് വാചകങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ അടിവരട്ട വാക്കുകളിൽ ഒരു വാക്ക്, ഒന്നാമത്തെ വാക്ക് സെയിലറാണ്. സെയിലർ എന്ന വാക്കാണ് ഒന്നാമത്തത് അടിവരട്ടത്, അല്ലേ? അപ്പോൾ സെയിലർ എന്ന വാക്ക് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. എന്നിട്ട് പേജ് നമ്പർ 33 പോവുക. 33ൽ സെയിലർ എന്ന വാക്കിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് അർത്ഥം കണ്ടെത്തുക. അതിൻ്റെ അർത്ഥം എന്താ കൊടുത്ത് നോക്കാം. സെയിലർ, അല്ലേ? എ പേഴ്സൺ ഹൂ വർക്ക്സ് ഓൺ എ ഷിപ്പ് ഓർ ബോട്ടാണ് സെയിലർ. എ പേഴ്സൺ ഹൂ വർക്ക്സ് ഓൺ എ ഷിപ്പ് ഓർ എ ബോട്ടാണ് സെയിലർ. അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തുക. പിന്നെ നമുക്ക് കാണാനുള്ള രണ്ടാമത്തെ വാക്ക് വോൺ ആണ്. വോൺ, WORN, വോൺ ആണ് രണ്ടാമത്തെ വാക്ക്, അല്ലേ? അപ്പം വോണിൻ്റെ പ്രസൻറ്റ് ഫോമായ വിയർ ഔട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വിയർ ആണ് കൊടുത്തിരിക്കുന്നത്, വിയർ ഔട്ട്, അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഡാമേജ്ഡ് ബിക്കോസ് ഓഫ് ഓവർ യൂസ്. കൂടുതൽ കാലം ഉപയോഗിച്ചുകൊണ്ട് നശിച്ചു പോകുന്നതിന് നമ്മൾ എന്ത് പറയുക, ചീത്തയായി പോകുന്നതിന് നമ്മൾ എന്ത് പറയുക, കേടായി പോകുന്നത് എന്ത് പറയുക, നമ്മൾ വോൺ ഔട്ട് എന്ന് പറയുക. വോൺ ഔട്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് വെച്ചാൽ മറ്റ് വാക്കുകൾ ഞാൻ വായിക്കാം. എഷോറാണ് അടിവരട്ട്, വേറൊരു വാക്ക് എഷോറാണ്, മറ്റൊരു വാക്ക് എഷ്വറാണ്, മറ്റൊരു വാക്ക് ക്രേസിയാണ്, മറ്റൊരു വാക്ക് സ്കാഡാണ്. അപ്പോൾ ഇത്രയും വാക്കുകളാണുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ വാക്കുകൾ 33 പേജിലുള്ള ഗ്ലോസറി പോയിട്ട് അതിൻ്റെ വാക്കുകളുടെ അർത്ഥം കണ്ടെത്തിയിട്ട് നോട്ട്ബുക്കിൽ എഴുതുക. എന്നിട്ട് ഓരോരോ വാക്കുകൾ വെച്ച് ഓരോ വാചകങ്ങൾ ഉണ്ടാക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വാചകം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കാണിച്ചു തരാം. സെയിലർ വെച്ചിട്ടൊരു വാചകം, ഐ മെറ്റ് എ സെയിലർ യെസ്റ്റർഡേ. ഐ മെറ്റ് എ സെയിലർ യെസ്റ്റർഡേ എന്ന് ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? ഇനി വോൺ വെച്ചിട്ടോ, ഹിസ് ഷൂസ് വേർ വോൺ ഔട്ട്. ഹിസ് ഷൂസ് വേർ വോൺ ഔട്ട്. ഇങ്ങനെ നമുക്ക് വാചകങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു വാചകങ്ങളിൽ വാക്കുകൾ ഉപയോഗിച്ചിട്ട് വാചകങ്ങൾ ഉണ്ടാക്കുക. 1 2 3 4 5 6 വാക്കുകളുള്ളത്. 6 വാക്കുകൾ വെച്ചിട്ട് നിങ്ങൾ വാചകങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കരുത്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.